ഫ്രണ്ട്സ്, ഏവർക്കും ആദർശ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ടോപ്പിക്കാണ് സോഷ്യൽ സയൻസ് ക്വിസ്. നമ്മൾ അധികം പറഞ്ഞ് താമസിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം: ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതിയാണ് ഹൈക്കോടതി ജഡ്ജിമാരെ നിയന്ത്രിക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റെഡ് ഡേറ്റ ബുക്ക്. എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത്: അന്തർവാഹിനികളിൽ ഇരുന്നു കൊണ്ട് സമുദ്രോപരിതല ദൃശ്യങ്ങൾ കാണുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അത് ഒരിക്കൽ കുറച്ച് ആൾക്കാർ പോയിട്ട് അന്തർവാഹിനിയിൽ പോയിട്ട് കുടുങ്ങിപ്പോയതെല്ലാം നമുക്കറിയാം. നോക്കാം നമുക്ക്. പെരിസ്കോപ്പാണ് നമ്മുടെ ഉത്തരം. ലോകത്തിലെ ഏറ്റവും വലിയ വൻകര. ഇത് വളരെ ഈസിയുള്ള ക്വസ്റ്റ്യനാണ്. സോഷ്യൽ സയൻസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, 5ലും 6ലും പഠിക്കുന്നുണ്ട്. അവിടെ നമ്മൾ നിർബന്ധമായിരിക്കും ഈ ചോദ്യം ചാൻസ് ഉണ്ട്. നമ്മുടെ വൻകര ഏഷ്യയാണ്. ദൂരദർശൻ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്കെന്നാ നോക്കിയാലോ. സത്യം, ശിവം, സുന്ദരം. അങ്ങനത്തെ സിനിമയെല്ലാം ഉണ്ട് കേട്ടോ, അങ്ങനെ ഓർത്താൽ മതി. അടുത്ത ചോദ്യം നോക്കാം. ഫ്ലാഗുകളെ കുറിച്ചുള്ള പഠനം. ഫ്ലാഗ് നോക്കാലോ. അത് ഈസിയാന്ന് തോന്നുന്നു. ഫെക്സിലോളജി. ഓരോ കുറിച്ചുള്ള പഠനത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാട്ടോ. അടുത്ത ചോദ്യം: തമിഴിലെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. തിരുക്കുറൾ എന്നാണ് തമിഴിലെ ബൈബിളിനെ പറയുന്നത്. അടുത്തത്: ശില്പികളുടെ മാതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന ശില. ശില. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി. ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി ആരാന്നറിയാലോ? നിർമ്മല സീതാരാമനാണ് ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രിയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? KM മാണിയാണ്. പായ്വഞ്ചിയിൽ ഒറ്റയ്ക്കോ ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ. ഇയാളെക്കുറിച്ച് നമ്മൾ കുറേയധികം കേട്ടിട്ടുണ്ടാവും. ആരാണ്? അഭിലാഷ് ടോമിയാണ് പായ്വഞ്ചിയിലിരുന്ന് ഇന്ത്യ ചുറ്റിയത്. ഇത്രയാണ് നമ്മുടെ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇനി വേറൊരു വീഡിയോയുമായി ആദർശ് ബ്ലോഗ്സ് പിന്നെയും വരുന്നതായിരിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. നമ്മുടെ പ്രധാന സാധനം സബ്സ്ക്രൈബ്. ലൈക്ക് ബട്ടൺ ചെറുതായിട്ടൊന്ന് അമർത്താൻ ഒരിക്കലും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.